മഹാസമുദ്രങ്ങളുടെ ഏറ്റവും അടിത്തട്ടിൽ നമ്മുടെ ഒരു വിരലിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത വളരെ ചെറിയൊരു ചെമ്മീൻ വർഗത്തിനെ കാണാം. പക്ഷേ ഇതിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ ഇതത്ര നിസ്സാരമായ ജീവിയല്ല. കാരണം ഇതിന്റെ കയ്യിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമുണ്ട്. ഈ ആയുധം ഉപയോഗിച്ച് ഇരകളെ വെടിവെച്ച് വീഴ്ത്താനാകും. അങ്ങനെ വളരെ കട്ടി കൂടിയ പുറംതോടുള്ള ജീവികളെ പോലും ഇവയ്ക്ക് വേട്ടയാടാൻ സാധിക്കും. സൂര്യന്റെ ഉപരിതലത്തിന് സമാനമായ ചൂടുള്ള പ്രകാശം സൃഷ്ടിക്കാൻ പോലും ഈ ആയുധത്തിന് കഴിയും. ഒരു ജെറ്റ് വിമാനത്തിന്റെ ശബ്ദത്തിനേക്കാൾ കൂടുതൽ ഉച്ചത്തിലാണ് ഈ ആയുധം പ്രവർത്തിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതെല്ലാം ഏതോ സയൻസ് ഫിക്ഷൻ സിനിമയിലുള്ള അന്യഗ്രഹ ജീവിയുടെ പ്രത്യേകതകളാണെന്ന് തോന്നിപ്പോകും. അത്രയേറെ വിചിത്രമായ ജീവിയാണ് പിസ്റ്റൽ ഷ്രിംപ്. ലോകത്തിലെ ഏകദേശം എല്ലാ സമുദ്രങ്ങളിലും കാണപ്പെടുന്ന വളരെ കൗതുകകരമായ ഒരു ചെമ്മീൻ വർഗമാണ് പിസ്റ്റൽ ഷ്രിംപ്. പിസ്റ്റൽ ഷ്രിംപ് എന്നത് ഒരൊറ്റ ഇനമല്ല. നിലവിൽ 1000-ലേറെ വ്യത്യസ്ത ഇനം പിസ്റ്റൽ ചെമ്മീനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രങ്ങളിൽ അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളിലാണ്, അതായത് തീരപ്രദേശങ്ങൾക്ക് സമീപത്താണ് പ്രധാനമായും ഈ ചെമ്മീൻ വർഗം ജീവിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ പോലും ഇവയെ കാണാൻ കഴിയും. എന്നാൽ സമുദ്രങ്ങളിൽ മാത്രമല്ല, ഫ്രഷ് വാട്ടറിലും പിസ്റ്റൽ ചെമ്മീനുകളുണ്ട്. അത്രയേറെ വൈവിധ്യമാണിവ. കാലാകാലങ്ങളായിട്ടുള്ള ഡൈവേർജന്റ് എവല്യൂഷൻ കാരണമാണ് ഇത്രയും വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ടായത്. ഒരേ വർഗത്തിൽ തന്നെയുള്ള ജീവികൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് ആ ജീവികൾ വ്യത്യസ്തമായ രീതികളിൽ പരിണമിക്കാൻ തുടങ്ങും. പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ അവയെല്ലാം വ്യത്യസ്ത ഇനങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ. എന്തായാലും ഇവ വളരെ ചെറിയ വർഗം ചെമ്മീനാണ്. വെറും 5.5 മില്ലിമീറ്റേഴ്സ് മുതൽ പരമാവധി വെറും 5.5 സെന്റിമീറ്റർ വരെ മാത്രമേ ഇവ വലിപ്പം വയ്ക്കുകയുള്ളൂ. ഇത്രയും വലിപ്പം കുറഞ്ഞ ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നിസ്സാരമായ ജീവിയായിട്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ഇതിന്റെ മുന്നിലുള്ള ക്ലോസ് ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു വിചിത്രമായ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെന്നാൽ ഇതിന്റെ ഒരു വശത്തിലെ ക്ലോ വളരെ വലുതാണ്. ഈ ക്ലോയ്ക്ക് ശരീരത്തിന്റെ പകുതിയിൽ കൂടുതൽ നീളമുണ്ട്. പക്ഷേ ഇത് വെറും ഒരു ക്ലോ അല്ല, മറിച്ച് ഇതൊരു ആയുധമാണ്. അതും നിസ്സാരമായിട്ടുള്ള ആയുധമൊന്നുമല്ല. ശരിക്കും ഒരു തോക്ക് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഈ ക്ലോയുടെ അടിയിലുള്ള ഭാഗം അനക്കാൻ കഴിയില്ല. പകരം മുകളിലുള്ള ഭാഗം ഏതാണ്ട് 90 ഡിഗ്രി തുറക്കാൻ കഴിയും. ഇരയെ കാണുമ്പോൾ ആദ്യം ഇത് ഇരയെ ഉന്നം വെച്ച് ക്ലോ തുറക്കും. ശേഷം അതിവേഗത്തിൽ ഇതിനെ അടയ്ക്കും. വേഗത്തിൽ എന്ന് വെച്ചാൽ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന്റെ 1000 മടങ്ങോളം വേഗത്തിൽ. ഇങ്ങനെ അടയ്ക്കുമ്പോൾ ക്ലോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന വെള്ളം 100 km/h വേഗത്തിൽ പുറത്തേക്ക് വരും. ഇത്രയും വേഗത്തിൽ വെള്ളം പുറത്തു വരുന്നത് കാരണം ക്ലോയ്ക്ക് മുന്നിലുള്ള വെള്ളത്തിന്റെ സമ്മർദ്ദം അതിതീവ്രമായ രീതിയിൽ കുറയും. സമ്മർദ്ദം കുറയുമ്പോൾ വെള്ളം നീരാവിയാകും. അനന്തരഫലമായി ക്ലോയ്ക്ക് മുന്നിൽ ഒരു ചെറിയ ബബിൾ ഉണ്ടാകും. പക്ഷേ ചുറ്റുമുള്ള ജലത്തിന്റെ സമ്മർദ്ദം കാരണം ഈ ബബിൾ ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉൾവലിഞ്ഞ് പൊട്ടിപ്പോകും. ഈ പൊട്ടൽ കാരണം അവിടെ വളരെ ശക്തമായ ഒരു ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ഷോക്ക് വേവ് ആണ് ശരിക്കുമുള്ള ബുള്ളറ്റ്. അതായത് ഈ ഷോക്ക് വേവ് ചെന്ന് ഇരയുടെ ദേഹത്ത് കൊള്ളുമ്പോൾ അതിന്റെ ശക്തി കാരണമാണ് ഇര വീഴുന്നത്. ചില സമയങ്ങളിൽ ഇര കൊല്ലപ്പെടുകയും ചെയ്യാറുണ്ട്. അത്രയേറെ പവർഫുൾ ആണിത്. അതുകൊണ്ട് തന്നെ ഞണ്ടുകളെ പോലെ വളരെ കട്ടി കൂടിയ പുറംതോടുള്ള ജീവികളെ പോലും ഇവയ്ക്ക് വേട്ടയാടാൻ കഴിയും. ഇതിങ്ങനെ വെടിവെക്കുമ്പോൾ ഒരു ടിക്കിംഗ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. പക്ഷെ അത് ക്ലോസ് അടയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമല്ല. യഥാർത്ഥത്തിൽ അത് ബബിൾ പൊട്ടുമ്പോഴുള്ള ശബ്ദമാണ്. ഇത് അത്ര ചെറിയ ശബ്ദമൊന്നുമല്ല. നല്ല തിരക്ക് കൂടി ഒരു ട്രാഫിക്കിന്റെ ശബ്ദം എന്നത് ഏതാണ്ട് 95 ഡെസിബിൾസ് വരെ ഉണ്ടായിരിക്കും. ഒരു ജെറ്റ് വിമാനം ഉയർന്നു പോകുമ്പോൾ അതിന്റെ ശബ്ദം 140 ഡെസിബിൾസോളം എത്തും. തോക്കുകളുടെ വെടിയുതിർക്കുന്ന ശബ്ദം 170 ഡെസിബിൾസ് വരെ ആയിരിക്കും. എന്നാൽ പിസ്റ്റൽ ചെമ്മീനിന്റെ ടിക്കിംഗ് ശബ്ദം 218 ഡെസിബിൾസിന് മുകളിൽ പോകാറുണ്ട്. ലോകത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഒരേയൊരു ജീവി സ്പേം വെയിൽ മാത്രമാണ്. സ്പേം വെയിലിന്റെ ശബ്ദത്തിന് 230 ഡെസിബിൾസ് വരെ എത്താൻ സാധിക്കും. പക്ഷെ ഓർക്കുക, 45,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വരുന്ന സ്പേം വെയിൽസ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ്. താരതമ്യേന പറഞ്ഞാൽ പിസ്റ്റൽ ഷ്രിംപിന്റെ പല ദശലക്ഷം മടങ്ങ് വലിപ്പമുള്ള ജീവിയാണ് സ്പേം വെയിൽ. എന്നിട്ട് പോലും പിസ്റ്റൽ ചെമ്മീന് 218 ഡെസിബിൾസിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നു എന്നത് അത്യധികം അത്ഭുതാവഹമായ ഒരു കാര്യം തന്നെയാണ്. ചിലയിടങ്ങളിൽ ഇവ കൂട്ടം കൂടി വലിയ കോളനികളായിട്ടാണ് ജീവിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിൽ ഇവയുടെ ശബ്ദം നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്. ഇങ്ങനെ കുറെ ചെമ്മീനുകൾ ഒരുമിച്ച് ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ സമുദ്രത്തിനടിയിൽ ആരോ പോപ്കോൺസ് പൊട്ടിക്കുകയാണെന്ന് തോന്നിപ്പോകും. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നവര് സ്ഥിരമായിട്ട് ഈ ശബ്ദം കേൾക്കാറുണ്ട്. പോപ്കോൺ പൊട്ടുന്നത് പോലത്തെയോ അല്ലെങ്കിൽ വിറക് കത്തുന്നത് പോലത്തെയോ ശബ്ദമായിട്ടൊക്കെയാണ് സ്ക്യൂബ ഡൈവേഴ്സ് ഈ ചെമ്മീൻ കോളനികളുടെ ശബ്ദത്തിനെ വിശേഷിപ്പിക്കാറുള്ളത്.
ഈ പോപ്കോൺ ശബ്ദം 10 കിലോമീറ്ററുകൾക്ക് അകലെ നിൽക്കുമ്പോൾ പോലും കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ സമുദ്രങ്ങളിലെ ശബ്ദ മലിനീകരണത്തിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. ഈ ശബ്ദം പലപ്പോഴും നമ്മുടെ കപ്പലുകളിലും സബ്മറൈൻസിലുമൊക്കെ ഉപയോഗിക്കുന്ന സോണാർ സിസ്റ്റവുമായിട്ട് ഇന്റർഫെയർ ചെയ്യാറുണ്ട്. അത് കാരണം കപ്പലുകൾക്ക് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കാണുന്നതിനും മറ്റ് കപ്പലുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാകും. നമുക്ക് മാത്രമല്ല മറ്റ് സമുദ്രജീവികൾക്കും ഇത് ഒരു പരിധിവരെയെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന തീവ്രമായ ഊർജം കാരണം അതിന് ചുറ്റുമുള്ള ജലം 4700 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. താരതമ്യേന പറഞ്ഞാൽ അഗ്നിപർവ്വത ദ്രവത്തിന്റെ താപനില എന്നത് വെറും 1200 ഡിഗ്രി സെൽഷ്യസോളമാണ്. സൂര്യന്റെ ഉപരിതലത്തിന് പോലും 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. പക്ഷേ ബബിളിന്റെ ഈ താപനില അധിക നേരമൊന്നും നിലനിൽക്കില്ല. ഏതാനും ചില മൈക്രോ സെക്കൻഡുകൾ നേരത്തേക്ക് മാത്രമായിരിക്കും ഇത്രയും ഉയർന്ന താപനിലയിലായിരിക്കുന്നത്. ഓർക്കുക, ഒരു സെക്കൻഡിൽ 10 ലക്ഷം മൈക്രോ സെക്കൻഡ്സ് ഉണ്ട്. അതുപോലെ ബബിളിന് ചുറ്റുമുള്ള വളരെ ചെറിയൊരു ഭാഗം വെള്ളം മാത്രമേ ഇത്രയും ചൂടാവുകയുള്ളൂ. മറ്റൊരു കാര്യം, ബബിൾ പൊട്ടുന്നതിന് മുന്നേ അതിൽ നിന്നും ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് വരാറുണ്ട്. എന്നാൽ ഇത് വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. വേഗത്തിൽ എന്ന് വെച്ചാൽ ഏതാണ്ട് വെറും 10 നാനോ സെക്കൻഡ് സമയം കൊണ്ട്. ഓർക്കുക, ഒരു സെക്കൻഡിൽ 100 കോടി നാനോ സെക്കൻഡ്സ് ഉണ്ട്. ഇത്രയും വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ അല്ലാതെ ഈ ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഈ പ്രകാശം വരുന്ന പ്രതിഭാസത്തിന് ആദ്യം ഷ്രിംബോ ലുമിനസെൻസ് എന്നാണ് പേര് നൽകിയിരുന്നത്. കാരണം ഈ പ്രതിഭാസം ഇതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ പിന്നീട് അതിന്റെ പേര് സോണോ ലുമിനസെൻസ് എന്നാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന അതിതീവ്രമായ ചൂടും സമ്മർദ്ദവും കാരണമായിരിക്കും അതിൽ നിന്നും പ്രകാശം വരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും പിസ്റ്റൾ ഷെമീനിന്റെ ഈ ആയുധം പ്രധാനമായും വേട്ടയാടാനും പ്രതിരോധത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസും കൂടെയാണ്. ഇതിന്റെ ഭീമൻ ക്ലോസിൽ ചെറിയ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അത് മറ്റ് പിസ്റ്റൾ ഷെമീനുകൾ ഉണ്ടാക്കുന്ന ശബ്ദ തരംഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ അവയ്ക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കൗതുകകരമായ കാര്യം, പിസ്റ്റൾ ചെമ്മീനും ഗോബി എന്നൊരു വർഗം മീനും തമ്മിൽ ഒരു സിംബയോട്ടിക് റിലേഷൻ ഉണ്ട്. എങ്ങനെയാണെന്നാൽ പിസ്റ്റൾ ചെമ്മീൻ തറയിൽ കുഴികൾ ഉണ്ടാക്കി അതിലാണ് ജീവിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചെമ്മീൻ വർഗത്തിന് കാഴ്ചശക്തി വളരെ കുറവാണ്. അതിനാൽ ഇത് തന്റെ കൂട് ഗോബി ഫിഷുമായിട്ട് ഷെയർ ചെയ്യും. കൂടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അതായത് കൂട് നിർമ്മിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ചെമ്മീനായിരിക്കും. അതിന് പകരമായിട്ട് ഗോബി ഫിഷ് ഒരു ബോഡി ഗാർഡിനെ പോലെ ചുറ്റും ശത്രുക്കളുണ്ടോ എന്ന് നിരീക്ഷിക്കും. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ആദ്യം ഗോബി ഫിഷ് പുറത്തേക്ക് തലയിട്ട് നോക്കും. ആ സമയം ചെമ്മീൻ അതിന്റെ ആന്റിനകൾ കൊണ്ട് ഗോബി ഫിഷിനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. പുറത്ത് ശത്രുക്കൾ ഇല്ലെങ്കിൽ മാത്രമേ രണ്ടുപേരും കൂട്ടിൽ നിന്ന് പുറത്തു വരൂ. ഇനി ഒരുപക്ഷെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഉടനെ ഗോബി ഫിഷ് അതിന്റെ വാല് ചലിപ്പിച്ച് ചെമ്മീനിന് സിഗ്നൽ നൽകും. അപ്പോൾ ഉടൻ തന്നെ ചെമ്മീനും പിന്നാലെ ഗോബി ഫിഷും തിരിച്ച് കൂട്ടിനകത്ത് കയറി രക്ഷപ്പെടും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗോബി ഫിഷിന് ഫ്രീ ആയിട്ടൊരു പാർപ്പിടവുമാകും, അതേസമയം ചെമ്മീനിന് ഫ്രീ ആയിട്ടൊരു ബോഡി ഗാർഡുമാകും. പിസ്റ്റൾ ചെമ്മീനിന്റെ ആയുധത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. എന്താണെന്നാൽ അതിന് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അതിനെ മുറിച്ചു കളഞ്ഞാലും അത് വീണ്ടും വളർന്നു വരും. പക്ഷേ കുറച്ച് വിചിത്രമായ രീതിയിലാണ് ഇത് റീജനറേറ്റ് ആകുന്നത്. കാരണം ആയുധം നഷ്ടമാകുമ്പോൾ അത് വീണ്ടും പൂർണ്ണമായും റീജനറേറ്റ് ആകാൻ ഒരുപാട് സമയമെടുക്കും. അതിനാൽ ആ ക്ലോ പിന്നെ സാധാരണ ക്ലോ ആയിട്ടാണ് റീജനറേറ്റ് ആകുന്നത്. എന്നാൽ അതിന് പകരം അതേ സമയം തന്നെ നോർമൽ ആയിട്ടുള്ള മറ്റേ ക്ലോ ആയുധമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആയുധം വളരെ വേഗം തന്നെ തിരിച്ചു കിട്ടും. മറ്റൊരു കാര്യം, ഈ ചെമ്മീനിന് വേണമെങ്കിൽ അതിന്റെ ക്ലോസിനെ മുറിച്ചു കളയാനും സാധിക്കും. അതായത് ഏതെങ്കിലും പ്രഡറ്റർ വന്ന് ഇതിന്റെ ഒരു ക്ലോയിൽ പിടികൂടിയാൽ അല്ലെങ്കിൽ ഊരിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ക്ലോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ക്ലോയെ ശരീരത്തിൽ നിന്നും വേർപെടുത്തും. അങ്ങനെ ഒരു ക്ലോ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ചെമ്മീനിന് ജീവൻ സേഫ് ആക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ പിസ്റ്റൾ ചെമ്മീനിന് മാത്രമുള്ള പ്രത്യേകതയല്ല. ഇതുപോലത്തെ പല ക്രസ്റ്റേഷ്യൻസിനും ഇതേ കഴിവുണ്ട്. എന്തായാലും പരിണാമത്തിന് അവിശ്വസനീയമാം വിധത്തിലുള്ള കഴിവുകൾ നൽകാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പിസ്റ്റൾ ചെമ്മീനുകൾ. സ്രാവുകൾ, തിമിംഗലങ്ങൾ, ഭീമൻ കണവകൾ, അങ്ങനെ മഹാസമുദ്രങ്ങൾ മുഴുവൻ ഭീകരമായ ജീവികൾ കൊണ്ട് നിറഞ്ഞിരുന്നിട്ടും ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന് ഈ ചെമ്മീനിന്റെ പക്കലാണുള്ളത്. അതിനാൽ അടുത്ത തവണ സമുദ്രത്തിലെ ഏറ്റവും മാരകമായ ജീവികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു വിരലിന്റെ അത്ര പോലും ഇല്ലാത്ത കൈക്ക് പകരം തോക്ക് ഉപയോഗിക്കുന്ന പിസ്റ്റൾ ചെമ്മീനിനെ ഓർക്കുക.